ഹലോ എവ്രി വൺ, എല്ലാവർക്കും കെ എസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 1974-75 കാലഘട്ടത്തിലെ ഇന്ത്യയെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു സാഹചര്യത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധിക്കെതിരെ ജനങ്ങൾക്കിടയിൽ ശക്തമായൊരു വികാരം ഉയർന്നു വന്ന ഒരു സാഹചര്യമായിരുന്നു. ഈ ഒരു സന്ദർഭത്തിലാണ് ഒരു വലിയൊരു മാറ്റം ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ സംഭവിക്കുന്നത്. ഒരു ഹൈക്കോടതിയുടെ വിധിയാണ്. അത് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത അധ്യായമെന്ന് വിളിക്കപ്പെടുന്ന അടിയന്തരാവസ്ഥയിലേക്ക് നീങ്ങുകയും അത് ഇന്ത്യയുടെ ചരിത്രത്തെ വളരെയധികം മാറ്റിമറിക്കുകയും ചെയ്തു. ഈ ഒരു അടിയന്തരാവസ്ഥയിലേക്ക് നയിച്ച സാഹചര്യങ്ങളെയും അതിനെക്കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് KS എക്സാം ആയാലും മറ്റു പരീക്ഷകളായാലും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് KS ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. KS എക്സാമിനും മറ്റു പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ചാനൽ കൂടാതെ മറ്റ് 2 ഇനീഷ്യേറ്റീവ്സ് കൂടിയുണ്ട്. നമ്മുടെ വെബ്സൈറ്റ് ഉണ്ട്, മോക്ക് ടെസ്റ്റ് പ്ലാറ്റ്ഫോം ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്നും സ്റ്റഡി മെറ്റീരിയൽസും ക്വസ്റ്റ്യൻസും കൂടാതെ പ്രാക്ടീസ് ടെസ്റ്റുകളും ഒക്കെ എഴുതി പരിശീലിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ 1974-75 കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് പ്രധാനമന്ത്രിക്കെതിരെ വലിയ വികാരമുണ്ട്. ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ ബീഹാറിൽ നിന്നും പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തിയ കാര്യമൊക്കെ നമ്മൾ പഠിച്ചു. ഇതിനിടയിലാണ് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തെ ഞെട്ടിച്ച ഒരു സംഭവം വരുന്നത്. എന്താണ്? അലഹബാദ് ഹൈക്കോടതിയിൽ നിന്നും ഒരു വിധി വരികയാണ്. ജൂൺ 12, 1975 ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ, അതായത് ലോകസഭയിലേക്ക് മത്സരിച്ച ഇലക്ഷൻ ഇൻവാലിഡ് ആണെന്ന്, അതായത് അത് ശരിയായ രീതിയിലല്ല എന്ന് അലഹബാദ് ഹൈക്കോടതി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിധിയുടെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 6 വർഷത്തേക്ക് ഈ ഒരു ഓഫീസ് ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇലക്ഷനിൽ പങ്കെടുക്കാനോ ഇന്ദിരാഗാന്ധിക്ക് സാധ്യമല്ല. അതായത് ഇന്ദിരാഗാന്ധി MP ആയിരിക്കാൻ അർഹയല്ല, അതുവഴി പ്രധാനമന്ത്രിയാവാൻ അർഹയല്ല. അതായത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇന്ദിരാഗാന്ധിക്കെതിരെ ഇന്ത്യയിൽ ഒരു ശക്തമായ വികാരം പ്രതിപക്ഷ പാർട്ടികളും ഒക്കെ കൊണ്ടുവന്നിരിക്കുന്ന ഒരു സാഹചര്യമാണെന്നറിയാം. അപ്പോൾ ഈ ഒരു സമയത്ത് ആ ഒരു സമരങ്ങൾ വളരെയധികം ശക്തിപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണ് ഇന്ദിരാഗാന്ധിയുടെ ഇലക്ഷൻ ഇങ്ങനെയൊരു ഡിസ്ക്വാളിഫൈ ആവാൻ കാരണമെന്ന് നോക്കാം. കാരണമെന്ന് പറയുന്നത് ഷീ ഹാഡ് യൂസ്ഡ് വെഹിക്കിൾ ഗവൺമെൻറ് സർവൻസ് ഇലക്ഷൻ ക്യാമ്പയിൻ. അതായത് ഇലക്ഷൻ ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് ഗവൺമെൻറ് ജീവനക്കാരെയും ഗവൺമെൻറ്റിൻ്റെ വാഹനങ്ങളെയും മറ്റുമൊക്കെ ഇന്ദിരാഗാന്ധി ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ്. അതായത് ഇലക്ഷൻ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ്റിൻ്റെ സൗകര്യങ്ങളൊന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചു. അപ്പോൾ ഇത് ഇലക്ടോറൽ മാൾ പ്രാക്ടീസ് ആയിട്ടാണ് കരുതി പോകുന്നത്. അതായത് ഇലക്ഷൻ സമയത്ത് അങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇലക്ഷനിൽ ഇന്ദിരാഗാന്ധി തെറ്റായ രീതികൾ ഉപയോഗിച്ചു എന്നാണ് അലഹാബാദ് ഹൈക്കോടതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിധി വന്ന ഉടനെ തന്നെ ഇന്ദിരാഗാന്ധി MP ആയിരിക്കാൻ അർഹയല്ല എന്നുള്ള തരത്തിലാണ് വിധി. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി ആയിരിക്കാൻ അർഹയല്ല, പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. പ്രക്ഷോഭങ്ങൾ ശക്തമാകാനുള്ള ഒരു സാഹചര്യമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഹൈക്കോടതിയിൽ നിന്നാണ് വിധി വന്നിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് വിധി വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ പോകാം? സുപ്രീം കോടതിയിലേക്ക് പോകാം. സ്വാഭാവികമായിട്ടും ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയിലേക്ക് പോയി. ജൂൺ 24 സുപ്രീം കോടതി ഈ ഒരു ഓർഡറിന് ഒരു പാർഷ്യൽ സ്റ്റേ കൊടുത്തു. അതായത് ഹൈക്കോടതിയുടെ ഉത്തരവിനെ തള്ളിക്കളയുകയല്ല ചെയ്തത്. സുപ്രീം കോടതി ഈ ഒരു വിഷയം വിശദമായിട്ട് പരിശോധിക്കുന്നത് വരെ ഇതിന് താൽക്കാലികമായിട്ടൊരു സ്റ്റേ. അപ്പോൾ താൽക്കാലികമായിട്ടൊരു സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതി അതിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇന്ദിരാഗാന്ധിക്ക് MP ആയി തുടരാം. അതായത് MP തന്നെയാണ്. പക്ഷേ ലോകസഭയിൽ നടക്കുന്ന പ്രൊസീഡിങ്സിലൊന്നും പങ്കെടുക്കാൻ പറ്റുകയില്ല. അതായത് ലോകസഭയിൽ പോകാൻ പറ്റാത്ത ഒരു MP ആയിട്ട് ഇന്ദിരാഗാന്ധിക്ക് തുടരാം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ആ ഒരു സ്റ്റേയിൽ. പക്ഷേ ഈ ഒരു സമയത്ത് ഓൾറെഡി ഈ ഒരു വിധി വന്ന ഉടനെ തന്നെ, അതായത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ഇലക്ഷനിൽ മാൾ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിധി വന്ന ഉടനെ തന്നെ പ്രതിപക്ഷ സമരം വളരെ ശക്തമാവുകയും ചെയ്യും. ഇന്ദിരാഗാന്ധി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിലൊക്കെ സമരങ്ങൾ വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പത്രവാർത്ത, ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന പത്രവാർത്ത വലതുവശത്ത് കാണാവുന്നതാണ്. അതായത് ഇന്ദിരാഗാന്ധി അപ്പീലിന് പോവുകയാണ്, രാജിവെക്കുകയല്ല ചെയ്തത്. പക്ഷേ എന്ത് ചെയ്യും? സ്ട്രോങ് പാർട്ടി ബാക്കിംഗ് ടു കണ്ടിന്യൂ ആസ് ലീഡർ. അപ്പോൾ
കോൺഗ്രസ് പാർട്ടിയുടെ സപ്പോർട്ട് വളരെയധികം ഉണ്ട്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ രൂപം ആ ഒരു സമയത്തേക്ക് മാറിയിട്ടുണ്ടായിരുന്നു എന്ന്. എങ്ങനെയായിരുന്നു? അതായത് ഒറ്റ ലീഡറിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു ആ ഒരു സമയത്ത് കോൺഗ്രസ് പാർട്ടി. ഇനി നമുക്ക് നോക്കാം എന്താണ് ഇന്ത്യയിൽ നടക്കാൻ പോകുന്നതെന്ന്. ഈ ഒരു സമയത്ത് ഇന്ദിരാഗാന്ധി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വളരെ ശക്തമായ സമരം നടക്കുന്ന സമയത്ത് ഇന്ദിരാഗാന്ധി സമരത്തെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. ഇതിനു വേണ്ടിയിട്ട് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ദേശീയ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ ഇതിനു മുൻപേ 2 പ്രാവശ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് 2 യുദ്ധങ്ങളുടെ സമയത്താണ്. ഏതൊക്കെയാണ് ആ യുദ്ധം? ഒന്ന് ഇന്ത്യ ചൈന യുദ്ധത്തിൻ്റെ സമയത്തും രണ്ടാമത്തേത് ബംഗ്ലാദേശ് യുദ്ധത്തിൻ്റെ സമയത്തും 1962 1971. അപ്പോൾ ഈ ഒരു അടിയന്തരാവസ്ഥ 1975 ജൂൺ 25 അർദ്ധരാത്രിയാണ് പ്രഖ്യാപിക്കുന്നത്. ഓർക്കണം, രാത്രിയാണ് പ്രഖ്യാപിക്കുന്നത്. എന്താണ് ഇതിന് കാരണം? അതായത് ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഭ്യന്തര പ്രശ്നങ്ങളാണ് കാരണം. അതായത് എന്താണ് ഈ ഒരു എമർജൻസി അല്ലെങ്കിൽ ഈ ഒരു അടിയന്തരാവസ്ഥയെ മുൻപുണ്ടായ 2 അടിയന്തരാവസ്ഥകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ഭരണഘടനയിലെ ആർട്ടിക്കിൾ 352 എന്ന് പറയുന്ന ആർട്ടിക്കിൾ പ്രകാരമാണ്. അപ്പോൾ ഈ ആർട്ടിക്കിൾ 352 ഈ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്, അടിയന്തരാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സാഹചര്യം വളരെ മോശമായ ഒരു അവസ്ഥയിലാണെങ്കിൽ ആ രാജ്യത്തിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, സാഹചര്യങ്ങളെ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് അധിക അധികാരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനാണ്. അതായത് ഗവൺമെൻറ്റിന് കൂടുതൽ കൺട്രോൾ കിട്ടും. അപ്പോൾ ആർട്ടിക്കിൾ 352 2 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, രാജ്യത്തിന് പുറത്തു നിന്നും രാജ്യത്തിന് ഒരു ആക്രമണം വന്നു കഴിഞ്ഞാലുള്ള അടിയന്തരാവസ്ഥ. അതായത് എക്സ്റ്റേണൽ ഡിസ്റ്റർബൻസ്, അതായത് മറ്റൊരു രാജ്യം നമ്മുടെ രാജ്യത്തെ ആക്രമിക്കുകയാണ് അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാവുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. രണ്ടാമത്തേത്, രാജ്യത്തിനകത്ത് എന്തെങ്കിലും ഒരു തരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടാവുകയാണ്. അതായത് രാജ്യത്തിൻ്റെ മൊത്തം സുരക്ഷയെ തന്നെ ബാധിക്കുന്ന രീതിയിൽ ഒരു കലാപം രൂപപ്പെടുകയാണെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലും അതിനെയാണ് ഇൻറ്റേർണൽ ഡിസ്റ്റർബൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലും എന്തുണ്ടാക്കാം? ഈ ഒരു നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാം, അതായത് ദേശീയ അടിയന്തരാവസ്ഥ ഡിക്ലെയർ ചെയ്യാം. പക്ഷേ നമ്മൾ ഓർക്കണം, ഇതിനു മുൻപേ 2 അടിയന്തരാവസ്ഥകൾ ഉണ്ടായിരുന്നു. അവ രണ്ടും 2 യുദ്ധത്തിൻ്റെ സമയത്തായിരുന്നു. എക്സ്റ്റേണൽ എമർജൻസിയാണ്, അതായത് പുറത്തു നിന്നുള്ള ഒരു ആക്രമണം വന്നപ്പോഴാണ്. മറിച്ച് ഇവിടെ പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു കൊണ്ട്, അതായത് ഒരു ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഒരു സമരത്തെ, അതിനെ ഒരു ആഭ്യന്തര കലാപമായി ചിത്രീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആർട്ടിക്കിൾ 352 പ്രകാരം നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു എമർജൻസി ഞാനിങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും, ഒരു സ്വാഭാവികമായിട്ടും ഭരണഘടനയിലുള്ള ഒരു പ്രൊവിഷൻ ഉപയോഗിച്ചതല്ലേ, അതിലെന്താണ് കുഴപ്പം എന്നുള്ളത്. കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്ത രീതിയിലാണ്. അതായത് ഭരണഘടനയിലുള്ള പ്രൊവിഷൻ തന്നെയാണ്, പക്ഷേ ആ ഒരു പ്രൊവിഷൻ ഉപയോഗിക്കേണ്ടതായ രീതിയുണ്ട്. അപ്പോൾ ആ രീതി എന്താണ്, എങ്ങനെയാണ് ഇതിനെ വേറൊരു രീതിയിൽ ഉപയോഗിച്ചത് എന്ന് നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായം എന്ന് വിളിക്കുന്ന ഭാഗമാണ് അത്. അപ്പോൾ എന്താണ് ഈ ഒരു ആർട്ടിക്കിൾ 352 പ്രകാരം ഈ ഒരു ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിന് കൂടുതൽ പവർ കിട്ടുന്നത്? എന്താണ് ആ ഒരു വ്യത്യാസമെന്ന് നോക്കാം. അതായത് നമ്മുടെ രാജ്യത്ത് നമുക്കറിയാം ഒരു ക്വാസി ഫെഡറൽ സിസ്റ്റം ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ക്വാസി ഫെഡറൽ എന്നൊക്കെ അറിയാത്തവർക്ക് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന വിഷയത്തിൽ നമ്മൾ വിശദമായിട്ട് അത് കവർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും, അതായത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും സെൻട്രൽ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ്റും അവരുടേതായ റോളുകളുണ്ട്. പക്ഷേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് എല്ലാ പവറുകളും ആരിലേക്ക് പോവും? സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പോവും. സംസ്ഥാനങ്ങൾക്കൊന്നും അധികം റോളില്ല. പ്രധാനപ്പെട്ട റോളുകളെല്ലാം തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് പോവും. ഇതുകൂടാതെ നമ്മുടെ ഭരണഘടന ഓരോ പൗരനും അവകാശങ്ങൾ നൽകിയിട്ടുണ്ട്. അവയാണ് നമ്മൾ മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഇത് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് സംസാരിക്കാനുള്ള അവകാശം, നമുക്ക് മതവിശ്വാസം നടത്താനുള്ള അവകാശം, നമുക്ക് കോടതിയെ സമീപിക്കാനുള്ള അവകാശം, ഇങ്ങനെ കുറേ അവകാശങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള മൗലിക അവകാശങ്ങളെ നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ടോ തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടോ ആർക്ക് പറ്റും? സെൻട്രൽ ഗവൺമെൻറ്റിന് പറ്റും. അതായത് ഇവിടുത്തെ ജനങ്ങൾക്കുള്ള അവകാശങ്ങളെ തടഞ്ഞു വെക്കാം. എല്ലാ പവറും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടനയിൽ ഇത്തരം ഒരു പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നത്? അതായത് രാജ്യത്ത് വലിയൊരു കലാപം നടക്കുകയാണ്, ആയുധ കലാപം നടക്കുകയാണ്. ഈ ഒരു സമയത്ത് കലാപത്തെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് പറ്റും. എങ്ങനെ? കലാപത്തെ വർദ്ധിപ്പിക്കുന്ന രീതിയിൽ പ്രസംഗങ്ങൾ നടത്തിയാൽ മതി. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രൊവിഷനുകൾ ഭരണഘടനയിൽ നൽകിയിരിക്കുന്നത്. പക്ഷേ
പ്രധാനമന്ത്രിക്കെതിരെ വന്ന ഒരു ഉത്തരവ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഒരു സമരത്തിനെതിരെ, അത് രാഷ്ട്രീയ പ്രശ്നത്തിനെതിരെ, രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആവശ്യത്തിനെതിരെ രാജ്യത്ത് കലാപം നടക്കുന്നു എന്ന രീതിയിലാണ് ആർട്ടിക്കിൾ 352 കൊണ്ടുവന്നത്. എങ്ങനെയാണ് കൊണ്ടുവന്നത്, ആരാണ് കൊണ്ടുവന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. അതായത് ഓൺ ദ നൈറ്റ് ഓഫ് 1975 ജൂൺ 25 1975 ജൂൺ 25 രാത്രിയിലാണ് പ്രധാനമന്ത്രി ഇത് തീരുമാനിക്കുന്നത്. ഉടനെ തന്നെ പ്രസിഡന്റിന് ഈ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു. ആ ഒരു ഡേറ്റ് ഒന്ന് ഓർത്ത് വെക്കണം, 1975 ജൂൺ 25 അപ്പോൾ അന്നത്തെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. അദ്ദേഹം അപ്പോൾ തന്നെ ഒന്നും ആലോചിക്കാതെ അതിൽ കൊടുക്കുകയും ചെയ്തു. അതായത് ഇന്ത്യയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പക്ഷേ ഈ ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ആരൊക്കെ അറിഞ്ഞിരുന്നു എന്നുള്ളത് ഒരു പ്രസക്തമായ ചോദ്യമാണ്. പ്രധാനമന്ത്രി അറിഞ്ഞിരുന്നു, ഒപ്പിട്ടതുകൊണ്ട് പ്രസിഡന്റും അറിഞ്ഞിരുന്നു, അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത് ജനങ്ങൾ അറിയണ്ടേ, സമരം നടത്തുന്നവർ അറിയണ്ടേ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലൊരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന്. ഇത്തരത്തിൽ ജനങ്ങൾ അറിയാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തു ചെയ്തു, അന്ന് രാത്രി തന്നെ രാജ്യത്തെ ഇലക്ട്രിസിറ്റി മുഴുവൻ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. എന്തിന്? ന്യൂസ് പേപ്പറുകൾ പ്രിന്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് ന്യൂസ് പേപ്പറുകൾ പ്രിന്റ് ചെയ്യാതിരിക്കുമ്പോൾ ഈ ഒരു വാർത്ത ജനങ്ങളിലേക്ക് എത്താതിരിക്കും. അതുകൊണ്ട് എന്താണ് ഗുണം? പിറ്റേന്ന് രാവിലെ ഇതൊന്നും അറിയാതെ സാധാരണ പോലെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന നേതാക്കന്മാരെയും ആൾക്കാരെയും പോയിട്ട്, ഓപ്പോസിഷൻ പാർട്ടിയിലുള്ള എല്ലാവരെയും പോയിട്ട് ഗവൺമെൻറ് അറസ്റ്റ് ചെയ്യുകയാണ്. എന്താണ് കാരണം? രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത്തരത്തിൽ സമരം ചെയ്യാനുള്ള അവകാശമില്ല, നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമില്ല, എല്ലാം അടിയന്തരാവസ്ഥ പ്രകാരം ഇല്ലാതായിരിക്കുന്നു, നിങ്ങൾ ഇപ്പോൾ അടിയന്തരാവസ്ഥ സമയത്താണ് ഈ ഒരു സമരം നടത്തുന്നത്, അതുകൊണ്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അവരെന്താണ് പറയുക? നമ്മളിത് അറിഞ്ഞിട്ടില്ല, അത് നമ്മുടെ കുഴപ്പമല്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തു, അതാരും അറിഞ്ഞില്ല, ഇലക്ട്രിസിറ്റി ഡിസ്കണക്ട് ചെയ്തു, പിറ്റേ ദിവസം എല്ലാവരെയും കൊണ്ട് അറസ്റ്റ് ചെയ്തു. ഏകദേശം 200-300ഓളം പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം ഈ ഒരു എമർജൻസി സമയത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. വലതുവശത്ത് ഇന്ത്യൻ ഹെറാൾഡിൽ വന്ന വാർത്ത നിങ്ങൾക്ക് കാണാം. എമർജൻസി ഡിക്ലെയർഡ്, മൊറാർജി ദേശായി, അദ്വാനി, അശോക് മെഹ്ത, വാജ്പേയി, ഇങ്ങനെയുള്ള എല്ലാ സമരം നടത്തുന്ന ഓപ്പോസിഷൻ ലീഡേഴ്സിനെയും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇത്രയും സിമ്പിളായിരുന്നു നാഷണൽ എമർജൻസി? അല്ല. ഈ ഒരു എമർജൻസിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നു. അപ്പോൾ പല 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 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും നമ്മളെടുത്ത് വിശദമായിട്ട് പരിശോധിക്കും. കാരണം ഇന്ത്യൻ ചരിത്രത്തിലെ ഒരു കറുത്ത അധ്യായമാണ് നാഷണൽ എമർജൻസി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു നാഷണൽ എമർജൻസിയെക്കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കണം, 1975 ജൂൺ 25 അർദ്ധരാത്രിയാണ് ഇത് ഒപ്പിട്ടത്. അപ്പോൾ ഇത് ഉത്തരവായിട്ട് വന്നിരിക്കുന്നത് തൊട്ടടുത്ത ദിവസം 1975 ജൂൺ 26 അപ്പോൾ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തത് ഏത് ഡേറ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ 1975 ജൂൺ 25 അർദ്ധരാത്രി, അല്ലെങ്കിൽ 1975 ജൂൺ 26 എന്ന് ഓർത്ത് വെക്കണം. ആരായിരുന്നു പ്രസിഡന്റ്? പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 352 പ്രകാരമാണെന്ന് ഓർത്ത് വെക്കണം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇന്ത്യയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം, അല്ലെങ്കിൽ ഇന്റേണൽ ഡിസ്റ്റർബൻസ് കാരണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു നാഷണൽ എമർജൻസിനെ കുറിച്ച് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കി. ഇതിൻ്റെ തുടർച്ചയായി നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ഒരു നാഷണൽ എമർജൻസി സമയത്ത് ഇതിലും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും അതിനെ സംബന്ധിച്ച കാര്യങ്ങളും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു ക്ലാസ് ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക, കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദ ബെസ്റ്റ്.